കുടിവച്ചു തറവാട്ടേലേ കടന്നു ചെന്നിട്ടാണ് അധർമാമൂർത്തികളെ അധർമ്മത്തിലെ കൊണ്ട് കുടിവയ്ക്കാൻ തുടങ്ങുന്നേ അധർമാമൂർത്തികളെ അധർമ്മത്തിൽ കൊണ്ടോ കുടിവയ്ക്കാൻ തുടങ്ങുന്നു 4 കാലുള്ള ചതുരപീഠത്തിന് പരിമുകളിലാണ് അച്ഛന്റെ മകനെ വീരഭദ്രന് കുടിവച്ചു കാണുന്നേ കണ്ടത്തിൽ പൊട്ടി കർണത്തിൽ പിറന്ന കണ്ട കരുണാമകന് 4 കാലുള്ള ചതുരപീഠത്തില് കുടിവച്ചു മുത്തച്ഛ കൈമള കൊണ്ടാണ് തറവാട്ടില് കുടിവയ്ക്കുമ്പോഴേ ശക്തി പൂജ ചക്രപൂജകള് ചെയ്തൊഴിയുന്നുണ്ട് ശക്തി പൂജകൾ ചക്രപൂജകൾ ചെയ്തൊഴിയുന്നല്ലോ 21,000 സേവാമൂർത്തികളെ കരുവാടി പിടിച്ച് താനില്ലെന്നല്ല തനയുടെ നിറപാട്ടില് കുടിവച്ചു മുത്തശ്ശ കുടിവച്ചു മുത്തച്ഛോ 7 നാളത്തെ വെള്ളരി പൂജ ദിവസങ്ങൾ കഴിഞ്ഞ് 41ാം ദിവസം കോഴി വെട്ടിയിട്ട് തർപ്പണം ചെയ്യുന്നേ കോഴി വെട്ടിട്ട് കർമ്മം കൊടുക്കുന്നു 21,000 സേവാമൂർത്തികളെ കുടിവയ്ക്കുമ്പോഴാണ് മുത്തച്ഛന്റെ പേരും പ്രശസ്തിയും ലോകം അറിയുന്നുണ്ട് അന്നാളിലാണ് കുന്നത്ത് മനകിലെ വസൂരി ദീനങ്ങള് വല്ലൂരി വസൂരി ദീനങ്ങള് പിടിപെട്ട് കാണുന്നേ പട്ടാളക്കാരെ ശിപായിമാരെ അയച്ചു കാണുമ്പോഴേ ഗുരുമകനെ കൂട്ടിക്കൊണ്ട് വന്നു ചെല്ലുന്നുണ്ട് കുന്നത്ത് മനക്കലെ വഴിയാലെ ചെന്നു ഗുരു എന്ന മകന് വല്ലൂരി വസൂരി വായ്മടക്കുകള് കണ്ടറിഞ്ഞു മകനെ വല്ലൂരി വസൂരി വായ്മടക്കുകള് കുടുക്കയിൽ കെട്ടുന്നേ ആ വായിച്ചാണ് കുടുക്കയുടെ വായ്കമ്പം മൂടുന്നേ വല്ലൂരി വസൂരി കുടുക്കയിൽ ആ വായിച്ചെടുത്ത് കുന്നത്ത് മനക്കലെ ദീനം മാറ്റുന്നു ഗുരു എന്ന മകനെ അന്നേ തൊട്ടാണ് കുന്നത്തെ മനക്കലെ തമ്പൂരാനാകുന്നേ ഓമന മകനെ പേരും പ്രശസ്തിയും വാഴിച്ചു നൽകുന്നേ പണ്ടാര ചവടക വസൂരി ദീനങ്ങളെ മാറ്റിയ മകന് ഗുരു എന്ന മകനെ ഇട്ടിന മണ്ഡപത്തില്
അന്നാ വീട് ശക്തി പൂജകള് കഴിഞ്ഞത് പൂജയാണ്. ഇന്നേ വീട് മണ്ഡപത്തില് ശക്തി പൂജയുണ്ട്. നാളിലോ ചുമറ്റുന്നു മറ്റുടുക്കുന്നോ തിക്കൈമളുടെ ഉള്ളകത്ത് പാടുമ്പോഴാടാൻ താളത്തില് തുള്ളുവാ. കിട്ടീന നല്ല മണ്ഡപത്തില് ഇടനല്ല മുത്തശ്ശ. മണ്ഡപത്തിലെ മുത്തച്ഛ. കാലം വൈകരുത് നേരം വൈകല്ലേ ആദിഗുരു മുത്തശ്ശ. എടുത്തെറിഞ്ഞിട്ട് നെടുകളത്തില് ഇടനള്ളി മാമകരെ. ഇന്നിവിടെ കൂടിയ ഉണ്ണി മക്കളുടെ അല്ലല് ദോഷം തീർക്ക. ആനന്ദത്തോടെ ഇടനള്ളി വായോ ആദിഗുരു മുത്തശ്ശ. താളത്തിൽ തുള്ളുക ഇന്നും ഇട്ടരോ മണ്ഡപത്തില് വായോ. കാലം വൈകരുത് നേരം വൈകരുത് ആദിഗുരു മുത്തശ്ശ. കിട്ടീനാന്നല്ല മണ്ഡപത്തില് ഇടനള്ളി മാമകന്. പൂജകളെ ഇടനള്ളി വന്നിട്ട് മക്കളെ കണ്ടോണോ രണ്ടോ അരുളേണം മുത്തച്ചോ. ശക്തി പൂജകള് ചക്രപൂജകള് കൈക്കൊള്ളുവാനായി മക്കളെ കണ്ടാണ് രണ്ട് വാക്ക് അരുളേണം മുത്തശ്ശ. വിളിച്ചു വന്നല്ലോ മടപതി മുത്തശ്ശന് ഭസ്മക്കുറി വരച്ച് ഇടനള്ളി വായ. മടവതി മുത്തച്ചോ പക്കുറിയാണെങ്കിൽ വായോ. ആടുമ്പോ പാടുമ്പോഴാടാ താളത്തില് തുള്ളുവാ ഇടനള്ളി വായ. ഇട്ടീനാന്നല്ല മണ്ഡപത്തില് ഇടനള്ളി വന്നിട്ട്